നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് ഓൺ വൺ എൻഡ് ഓഫ് ദ പ്ലേറ്റ് പഠിച്ചു. പക്ഷേ ആ ക്ലാസ്സിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു സിമെട്രിക്കൽ പ്ലേറ്റ് ആണ്. പക്ഷെ നമ്മൾ ഈ ക്ലാസ്സിൽ കൺസിഡർ ചെയ്യുന്നത് അൺസിമെട്രിക്കൽ പ്ലേറ്റ് ആണ്. അൺസിമെട്രിക്കൽ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഞാനിവിടെ ഒരു ആക്സിസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡും സിമെട്രിക്കൽ ആയിരിക്കില്ല. അതിനെയാണ് അൺസിമെട്രിക്കൽ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇതും ഒരു സ്റ്റേഷനറി പ്ലേറ്റ് തന്നെയാണ്. ആൻഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് അറ്റ് വൺ എൻഡ് ഓഫ് ദ പ്ലേറ്റ്. അപ്പോൾ നേരത്തെ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ ഒരു എൻഡിൽ നിന്നാണ് നമ്മൾ ജെറ്റ് ഓഫ് വാട്ടർ വിത്ത് വെലോസിറ്റി വി സപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം വി വെലോസിറ്റി ഒരു പ്ലെയിനിൽ ഇങ്ങനെ മേക്ക് ചെയ്യുകയാണെങ്കിൽ അത് സപ്പോസ് ഹൊറിസോണ്ടലി മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്തായിരിക്കും, വി കോസ് തീറ്റ. വെർട്ടിക്കൽ കമ്പോണൻറ്റ് വി സൈൻ തീറ്റ. എനിക്ക് ഇവിടെയും എങ്ങനെ എഴുതാം, ഹൊറിസോണ്ടലി മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് വി കോസ് തീറ്റ. അതേപോലെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എന്താ, വി സൈൻ തീറ്റ. ഇനി ഈ വാട്ടർ ഇതിലൂടെ പോയിട്ട് ടാൻജൻഷ്യലി എക്സിറ്റ് ചെയ്യും. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താ, അൺസിമെട്രിക്കൽ പ്ലേറ്റ് ആണ്. അൺസിമെട്രിക്കൽ പ്ലേറ്റ് ആണെങ്കിൽ അത് ഹൊറിസോണ്ടലി മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഞാൻ ഈ ഹൊറിസോണ്ടലി മേക്ക് ചെയ്യുന്ന ആംഗിളിനെ ഫൈ ആയിട്ട് എടുക്കുക. എന്ന് വെച്ചാൽ അൺസിമെട്രിക്കൽ പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ദ ആംഗിൾ മെയ്ഡ് ബൈ ടാൻജൻറ്റ് അറ്റ് ടു എൻഡ്സ് ഓഫ് ദ പ്ലേറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ ഞാനിവിടെ തീറ്റ ആണെങ്കിൽ അവിടെ ഫൈ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, വി കോസ് ഫൈ. വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ വി സൈൻ ഫൈ. അപ്പോൾ എല്ലാ കമ്പോണൻറ്റ്സ് എഴുതി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് ആണ്, എന്ന് വെച്ചാൽ ഫോഴ്സ്. ആദ്യം ഞാൻ ഫോഴ്സ് എല്ലാം എച്ച് ഡയറക്ഷൻ ആണ് എടുക്കുന്നത്. ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് അറിയാലോ, എം ബൈ ടി ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി. എം ബൈ ടീനെ എങ്ങനെ എഴുതാം, എം ബൈ ടീനെ ഡയറക്റ്റ് ആയിട്ട് റോ എ വി എന്ന് എഴുതാം. ഇനീഷ്യൽ വെലോസിറ്റി എന്താ, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ ഇനീഷ്യലി മേക്ക് ചെയ്യുന്ന വെലോസിറ്റി, അതെന്ന് പറയുന്നത് വി കോസ് തീറ്റ അല്ലേ, വി കോസ് തീറ്റ. ഇനി ഫൈനൽ വെലോസിറ്റി എന്താ, എക്സ് ആക്സിസിൽ ഫൈനലി നമുക്ക് കിട്ടുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് വി കോസ് ഫൈ ആണ്. അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ ഞാനൊരു നെഗറ്റീവ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം വി കോസ് തീറ്റ മൈനസ് വി കോസ് ഫൈ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം, റോ എ വി വി കോസ് തീറ്റ പ്ലസ് വി കോസ് ഫൈ. ആൻഡ് ഇതിൽ രണ്ടിലും എന്ത് കോമൺ ആണ്, വി കോമൺ ആണ്. അപ്പോൾ ഞാൻ വീനെ പുറത്തെടുക്കുന്നു. അപ്പോൾ റോ എ വി സ്ക്വയർ കോസ് തീറ്റ പ്ലസ് കോസ് ഫൈ. ഇതാണ് ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് എലോങ് എക്സ് ഡയറക്ഷൻ. ഇനി എലോങ് വൈ ഡയറക്ഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും, സെയിം ഇക്വേഷൻ എം ബൈ ടി ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി. എം ബൈ ടീനെ എങ്ങനെ എഴുതാം, റോ എ വി എന്ന് എഴുതാം. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി എലോങ് വൈ ഡയറക്ഷൻ, അതെന്ന് പറയുന്നത് എന്താ, വി സൈൻ തീറ്റ. ആൻഡ് ഫൈനൽ വെലോസിറ്റി എലോങ് വൈ ഡയറക്ഷൻ എന്താ, വി സൈൻ ഫൈ. അവിടെ സൈൻ ചേഞ്ച് വല്ലതും ഉണ്ടോ, ഇല്ല, രണ്ടും സെയിം ഡയറക്ഷൻ ആണ് അല്ലേ. അപ്പോൾ അവിടെ സൈനൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യണ്ട. നേരത്തെ എങ്ങനെയായിരുന്നു, എക്സ് ആക്സിസിലൂടെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് ഇട്ട് കൊടുത്തത്. ഇത് രണ്ടും സെയിം ഡയറക്ഷൻ ആണ്, അപ്പോൾ സൈൻ ചേഞ്ച് ഒന്നും വരില്ല. ഇതൊന്നും കൂടി എടുത്തെഴുതുകയാണെങ്കിൽ റോ എ വി വി സൈൻ തീറ്റയും വി സൈൻ ഫൈയും, അതിന് വി കോമൺ അല്ലേ, അപ്പോൾ വി പുറത്തെടുത്ത് എഴുതുന്നു, സൈൻ തീറ്റ മൈനസ് സൈൻ ഫൈ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് എലോങ് വൈ ഡയറക്ഷൻ. ഇങ്ങനെയാണ് ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് ഓൺ അൺസിമെട്രിക്കൽ പ്ലേറ്റ് കണ്ടുപിടിക്കുന്നത്.